ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എന്നാൽ സിമ്പിളായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ക്യാബേജ് തോരൻ ഇതുപോലെ വെള്ളയായിട്ടാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വെള്ളയായിട്ടും വെക്കും, സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്തും അരപ്പൊക്കെ അരച്ചും വെക്കാറുണ്ട്. ഇത് അരപ്പും അരയ്ക്കുന്നില്ല, വെള്ളയായിട്ടാണ് വെക്കുന്നത്. ഇപ്പം നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം, ക്യാബേജ് തോരനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ക്യാബേജാണ്. തേങ്ങ ചിരകിയത് ഒരു 2 കപ്പും, കൊച്ചുള്ളി ഒരു 15 എണ്ണം, കറിവേപ്പില ഒരു 2 തണ്ട്, ഉണക്കമുളക് ഒരു 3 ചെറുത്, ഉഴുന്ന് 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉപ്പ്, എണ്ണ 1 ടേബിൾ സ്പൂണ്, മാക്സിമം 2 ടേബിൾ സ്പൂണ്, പച്ചമുളക് ഒരു 4 വലുത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഉഴുന്ന് അത് നിർബന്ധമല്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. സാധാരണ എല്ലാവരും കടുക് മാത്രമാണ് താളിക്കുന്നത്, വളരെ ചുരുക്കം പേരെ ഉഴുന്നുപയോഗിക്കാറുള്ളൂ. ഇനി നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ എന്തൊരു കാര്യം പാകം ചെയ്യുന്നതിന് മുമ്പും അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നെടുത്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജോലി ഇരട്ടി എളുപ്പമാകും. തോരനുകൾക്ക് തേങ്ങ ചിരകിയതെടുക്കുമ്പോൾ എപ്പോഴും നല്ല വെള്ളയായിട്ടുള്ള തേങ്ങ ചിരകിയതെടുക്കാൻ നോക്കണേ. നടുഭാഗത്തുനിന്ന് ആ ചിരട്ടയോട് ചേർന്നിരിക്കുന്ന ഭാഗം അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ ആ 4 പച്ചമുളകും നടുവേ ഒന്ന് മുറിച്ചിട്ട് ഒന്നുകൂടൊന്ന് മുറിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കൊച്ചുള്ളിയെല്ലാം നല്ല കുഞ്ഞായിട്ട് താളിക്കാനായിട്ട് നമ്മൾ അരിയില്ലേ, അതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും. ഇത് ഇത്രയും മതി. വളരെ സിമ്പിളായിട്ടുള്ള തോരനും വളരെ എളുപ്പമുള്ള ഒരു തോരനുമാണിത്. ഇതെല്ലാം കൂടെ സ്പൂൺ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചാലും മതി, പക്ഷേ കൈകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് പെതുക്കി ഒന്ന് ഞെരിടണം. ഒരുപാടങ്ങ് ബലം കൊടുക്കാതെ ഒന്ന് ഞെരടി ഒന്ന് യോജിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം കൂടെ മണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ട് ഒരു പ്രത്യേക സ്വാദും മണവും ഉണ്ടാവും നമ്മുടെ തോരന്. ഇപ്പോൾ 50 നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ഇതേപോലെ ക്യാബേജ് തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടാകുമ്പോഴേക്ക് ആദ്യം ഉഴുന്നിടുക. ഉഴുന്നിട്ട് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴേക്ക് അതിലോട്ട് കടുകുമിടുക. കാരണം കടുക് പെട്ടെന്ന് അങ്ങ് പൊട്ടുമല്ലോ. ആ കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഒന്ന് മുറിച്ചിടുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് ഉഴുന്നൊന്ന് ചുമന്ന് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാബേജ് ഇടാം. ഇപ്പം ഉഴുന്നും ഇട്ടു, കടുകും ഇട്ടു. ഇനി നമുക്കതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഊരിയിട്ട് ഉടനെ തന്നെ നമുക്ക് ക്യാബേജ് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർക്കാം. ക്യാബേജ് ഒരിക്കലും കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇത് മൂടി വെച്ച് വേവിക്കുകയേ വേണ്ട. ഇത് ഞാൻ മൂടി വെക്കുന്നതേ ഇല്ല. ഇത് നന്നായിട്ട് ഇപ്പം ഉഴുന്നും നമ്മുടെ കടുക് അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. വെച്ചിട്ട് ആ ആവിയിലിരുന്ന് തന്നെ വെന്തോളും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ മൂടി കുറച്ച് നേരം ഒന്ന് വെക്കുക. വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞാൽ ഈ തോരൻ കാണാനും ഭയങ്കര ഭംഗിയാണ്. പിന്നെ വേഗാതെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗുണവും ഉണ്ടാകും. ആ പച്ചക്കറിയിലെ ഗുണം നഷ്ടപ്പെടാതിരിക്കും, കാണാനും ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു നിറം, ആ ലൈറ്റ് ഗ്രീൻ കളറ് അതേപോലെ തന്നെ ഇരിക്കണം നമ്മൾ തോരനുണ്ടാക്കി കഴിയുമ്പോഴും, എന്നാൽ വേവുകയും വേണം. ഇതുപോലെ ഒന്ന് ആ സ്പാച്ചുല കൊണ്ട് തന്നെ, നമ്മുടെ തവി കൊണ്ട് തന്നെ ഒന്ന് കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ആവി കയറി വെന്തോളും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വീണ്ടും ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കുക നടുക്കോട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം വെച്ച് കഴിയുമ്പോഴേക്ക് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടാവും. ചിലരൊക്കെ ക്യാബേജ് കൊത്തി എരിയുന്നത് കണ്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ പ്രത്യേകിച്ചും വെള്ളയായിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഇച്ചിരി നീളത്തിൽ കനം കുറച്ചരിയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ആ ക്യാബേജ് തോരൻ കാണാനായിട്ട്. പിന്നെ എണ്ണയാണെന്നുണ്ടെങ്കിലും കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തോരന് നല്ലത്. പ്രത്യേകിച്ച് കേരളത്തിലെ വിഭവങ്ങളൊക്കെ കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഇത് തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്വാദും ഒരു മണവുമുണ്ട്. ക്യാബേജ് തോരന് ഒരു 1/4 പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ് ഒരിച്ചിരി കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിടുകയാണ്. ഉപ്പിൻ്റെ അളവ് സാധാരണയായിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാറില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഉപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആ ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഉപ്പ് മാത്രം നിങ്ങളുടെ ആ ഒരു പാകത്തിന് ചേർത്തോണേ. ഇപ്പോൾ ആ നടുക്കോട്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ തിരുമ്മി വെച്ചില്ലേ, അത്
ആ ക്യാബേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കുറച്ച് നേരം ഒന്ന് വെക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. പക്ഷേ ഞാൻ മൂടി വെക്കുന്നില്ല. കാരണം എനിക്ക് ഇച്ചിരി പോലും അതിൻ്റെ നിറം പോകുന്നതോ ഓവറായിട്ട് ഇങ്ങനെ അങ്ങ് ക്യാബേജ് അങ്ങ് തളർന്ന് കിടക്കുന്നത് പോലെ കിടക്കുന്നതോ എനിക്കിഷ്ടമല്ല. നല്ല ക്രിസ്പി ആയിട്ടിരുന്നാലേ ആ ക്യാബേജ് തോരൻ രുചിയുണ്ടാവുള്ളൂ, ഭംഗിയുണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തേങ്ങയും കൊച്ചുള്ളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പാകമായിട്ടുണ്ട് ക്യാബേജ് തോരന്. പിന്നെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം മാത്രം കുറച്ച് നേരം, വളരെ കുറച്ച് നേരമേ നല്ല തീയിൽ വെക്കാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമേ വെക്കാവുള്ളൂ. അങ്ങനെ ഇച്ചിരി ക്ഷമയോടെ വെച്ചാൽ മാത്രമേ നമുക്ക് ഏത് തോരനായാലും അതിൻ്റെ ആ ഒരു കറക്റ്റ് നിറവും ആ സ്വാദും കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ വെള്ളയായിട്ട് വെക്കുന്ന ക്യാബേജ് തോരൻ്റെ നിറം വളരെ പെട്ടെന്നാണ് മാറുന്നത്. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചാൽ മതി. ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെർവ് ചെയ്യുന്ന ബൗളിലോട്ട് നമ്മുടെ ക്യാബേജ് തോരൻ എടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി എൻ്റെ ബാക്കിയുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്